അമൃത് ഭാരത് ട്രെയിൻ സർവീസുകൾ കേരളത്തിന്റെ യാത്രക്കാർക്ക് ആശ്വാസകരമല്ലെന്ന് ആരോപണമുയരുന്നു. നാഗർകോവിൽ മംഗലാപുരം അമൃത് ഭാരത് ട്രെയിന് 17 മണിക്കൂറാണ് യാത്രാസമയം. കന്യാകുമാരിയിൽ നിന്ന് മംഗലാപുരം വരെയുള്ള പരശുറാം എക്സ്പ്രസും നിലവിൽ ഇതേ സമയത്താണ് ഓടിയെത്തുന്നതെന്ന് യാത്രക്കാരുടെ സംഘടനയായ ഫ്രണ്ട്സ് ഓൺ റെയിൽസ് ചൂണ്ടിക്കാട്ടുന്നു. പരശുറാമിനേക്കാൾ വലിയ ദുരന്തമായിട്ടാണ് പുതിയ അമൃത് ഭാരത് കേരളത്തിന് സമ്മാനിച്ചിരിക്കുന്നതെന്നാണ് യാത്രക്കാരുടെ സംഘടന ആരോപിക്കുന്നത്. കന്യാകുമാരിയിൽ നിന്ന് 54 സ്റ്റോപ്പുകളുള്ള പരശുറാം എക്സ്പ്രസ് മംഗലാപുരം എത്താൻ 17 മണിക്കൂറാണ് റെയിൽവേ നൽകിയിരിക്കുന്നത്. ഇതിൽ വൈകുന്നേരം 1 മണിക്കൂറോളം പരശുറാം കോഴിക്കോട് ഹാൾട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം മടക്കയാത്രയിൽ രാവിലെ 8-ന് മംഗലാപുരത്ത് നിന്ന് പുറപ്പെട്ട് 14 മണിക്കൂർ കൊണ്ട് രാത്രി 10:05-ന് നാഗർകോവിലെത്തും. രാവിലെ ഏറനാടിന്റെ പിറകെ അമൃത് ഭാരത് എല്ലാ സ്റ്റേഷനിലും മുട്ടിയുരുമി പോകുമ്പോൾ മണിക്കൂറുകളോളം ട്രെയിനില്ലാതെ വിലപിക്കുന്ന മലബാർ മേഖലയിലെ യാത്രക്കാർക്ക് എങ്ങനെയാണ് പുതിയ സർവീസ് ആശ്വാസമാകുന്നത്? സ്ലീപ്പർ കോച്ചുകളുള്ള ട്രെയിൻ പകൽ സമയം മാത്രം സർവീസ് നടത്തുന്നതും മറ്റൊരു വിരോധാഭാസമാണ്. അനാവശ്യ ബഫർ സമയം നൽകിയിരിക്കുന്നതിനാൽ സ്റ്റേഷൻ ഔട്ടറുകളിൽ നട്ടുച്ചയ്ക്ക് നിർത്തിയിടുന്ന ട്രെയിനിൽ യാത്രക്കാർ അസഹനീയമായ ചൂട് സഹിക്കേണ്ടി വരുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. 19 സ്റ്റോപ്പുകൾ മാത്രമാണ് പുതിയ സർവീസിന് അനുവദിച്ചിരിക്കുന്നത്. സാധാരണ യാത്രക്കാർക്ക് മാത്രമായി വിഭാവനം ചെയ്ത AC കോച്ചുകളില്ലാത്ത സർവീസിന് ഏറ്റുമാനൂർ, പിറവം, തൃപ്പൂണിത്തറ, അങ്കമാലി, ചാലക്കുടി, ഇരിഞ്ഞാലക്കുട, വടക്കാഞ്ചേരി, കുറ്റിപ്പുറം, താനൂർ, പരപ്പനങ്ങാടി, ഫറോക്ക്, കൊയിലാണ്ടി, വടകര, പയ്യന്നൂർ, കാഞ്ഞങ്ങാട് സ്റ്റേഷനുകളിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. സമയലാഭമില്ലെങ്കിൽ കൂടുതൽ യാത്രക്കാർക്ക് സർവീസ് പ്രയോജനപ്പെടുത്താൻ സ്റ്റോപ്പുകൾ നിമിത്തമാകണം. അമൃത് ഭാരത് സ്റ്റേഷനുകളെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി യാത്രാ സൗകര്യം മെച്ചപ്പെടുത്താൻ കോടികൾ മുടക്കി വിപുലീകരിച്ച സ്റ്റേഷനുകളെ പോലും പുതിയ അമൃത് ഭാരത് സർവീസുകളിൽ നിന്നും തഴയപ്പെട്ടതും വളരെ ഖേദകരമാണ്. മംഗലാപുരത്ത് നിന്ന് വൈകുന്നേരം 6:45-നുള്ള മലബാർ എക്സ്പ്രസിന് ശേഷം തിരുവനന്തപുരത്തേക്കുള്ള പ്രതിദിന സർവീസ് ഉള്ളത് പിറ്റേന്ന് പുലർച്ചെ 5-ന് മാത്രമാണ്. അന്ത്യോദയ പോലുള്ള വീക്കിലി സർവീസ് മാത്രമാണ് ഈ നീണ്ട ഇടവേളകളിൽ സർവീസ് നടത്തുന്നത്. രാത്രികാല സർവീസുകൾക്ക് അതിദാരിദ്ര്യം അനുഭവിക്കുന്ന മലബാറിലെ ജനത ഒരുപാട് ആശിച്ചു മോഹിച്ച് കിട്ടിയ അമൃത് ഭാരതും അക്ഷരാർത്ഥത്തിൽ നിരാശപ്പെടുത്തിയിരിക്കുകയാണ്. ബൈവീക്കിലിയായി പോലും പരിഗണിക്കാതിരിക്കുന്നതും യാത്രക്കാരിൽ പരിഭവമുണ്ടാക്കി. തിരുവനന്തപുരം, താമ്പരം, തിരുവനന്തപുരം, ഹൈദരാബാദ് സർവീസിലും സ്ഥിതി വിഭിന്നമല്ല. ബഫർ സമയം വളരെ കൂടുതലാണ് നൽകിയിരിക്കുന്നത്. ജനുവരി 23-ന് പ്രധാനമന്ത്രി കേരളത്തിന് അനുവദിച്ച 3 അമൃത് ഭാരത് ട്രെയിനുകളുടെയും ഫ്ളാഗ് ഓഫ് നിർവഹിക്കും. ഉദ്ഘാടന യാത്രയ്ക്കുള്ള പ്രത്യേക സമയക്രമവും റെയിൽവേ പുറത്തിറക്കിയിട്ടുണ്ട്.